ഫൈസൽ അസീസ് തുടരുന്നുണ്ട്. ഫൈസൽ, കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. തീ ആളിക്കത്തുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സിനെയൊക്കെ എത്തിക്കേണ്ട അവസ്ഥയാണോ ഉള്ളത്? തീർച്ചയായും അത് തന്നെയാണ് അമൃത. കാരണം കൂടുതൽ ഫയർഫോഴ്സിനെ എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൻ്റെ സംസ്കരണ കേന്ദ്രത്തിൽ ആ ഷെഡിൽ ഉൾപ്പെടെ നമുക്ക് കാണാം പിക്കപ്പ് വാൻ, കത്തി നശിച്ച പിക്കപ്പ് വാനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടേക്ക് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവരുന്ന ഒരു വാനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ആ ഒരു വാനാണിപ്പോൾ ഷെഡിൽ ഒതുക്കിയിട്ട വാനാണ്, അതാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം JCB ഉപയോഗിച്ച് ആ ഒരു അവശിഷ്ടങ്ങളൊക്കെ മാറ്റി, കത്തി പടർന്ന അവശിഷ്ടങ്ങളൊക്കെ മാറ്റി അവിടേക്കാണ് തീ പടർന്നിരിക്കുന്നത്. പ്രധാനമായും തീ പടർന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയും JCB ഉപയോഗിച്ച അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയ ശേഷമാണ് തീ അണക്കാനുള്ള ശ്രമം നടക്കുന്നത്. നമുക്കറിയാം, അമൃത പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കിനാണ് തീ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഒരു പുക അന്തരീക്ഷത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിലുള്ളൊരു വിഷാംശം നിറഞ്ഞൊരു പുക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം കൂടി ഈ വിഭാഗത്ത് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും തീ ഒരു പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും പുക ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ഫയർഫോഴ്സിനെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തീ അണക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നിരിക്കുന്നു. നാട്ടുകാരിപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ട്. ചേട്ടാ, തീയുടെ ഫയർഫോഴ്സ് എത്താൻ വൈകിയത് അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഇല്ലാത്തത് വലിയ രീതിയിലുള്ള പ്രശ്നമൊക്കെ എപ്പോഴോ വന്നിക്കുന്നത് 3 മണിക്കേട്ടം വന്നിക്കുന്നത്. ഇത് 5 വണ്ടിയേറ്റം ഇവിടെ നിലവിൽ നിന്നതാണ്. നിന്ന് വെള്ളം ഇങ്ങനെ കൊണ്ടുവരിക, അടിക്കുക ആണ്. കുറേ നേരമായി ഇതിൽ തുടങ്ങിയിട്ട് 3 മണിക്കേറ്റം വന്നത്. അത്യാവശ്യം വലിയൊരു ഗോഡൗൺ ആയിരുന്നു ഇത്. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടത് നോക്കണ്ട, അതിപ്പോൾ ഇങ്ങനെ കത്തിയെ തീർന്നു പോയതാണ്. അത് ഇത്രയും നേരം തീ അണച്ചത് കൊണ്ടാണ് ഇങ്ങനെ വലിയൊരു ദുരന്തം ഒഴിവായി കിട്ടിയത്. അടുത്ത ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇല്ലാത്തത് വലിയൊരു ദുരന്തത്തിന് നടത്തിവിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അത് തന്നെയാണ്, അതായത് അത്യാവശ്യം വലിയൊരു ഗോഡൗൺ, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത്. അതാണ് ഇപ്പോൾ കത്തി നശിച്ച് ഒന്നുമില്ലാത്ത ഒരു നാമാശിഷ്ടമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഇതാ തീ നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിലുള്ളത്. ഏകദേശം ഇതൊക്കെ കത്തി നശിച്ചതാണ്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വലിയ രീതിയിലുള്ള ശ്രമം മൂലം അവരുടെ 3 മണി മുതൽ അവർ തുടർച്ചയായി ഇവിടെ ജോലി ചെയ്തിരിക്കുന്ന സാഹചര്യം. 6 യൂണിറ്റ് ഫയർഫോഴ്സാണ് നിലവിലുള്ളത്. ഇപ്പോൾ 2 യൂണിറ്റാണുള്ളത്. ബാക്കി യൂണിറ്റുകൾ വെള്ളം നിറക്കാനായി പോയിട്ടുണ്ട് എന്നാണ് നിഗമനം. ഏതായാലും ഫയർഫോഴ്സിന്റെ ശ്രമകരമായ ദൗത്യം മൂലമാണ് ഇത്രയെങ്കിലും ഒരു തീ അണക്കാനുള്ള ഒരു സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം തീ നിയന്ത്രണവിധേയമാണ്. കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ JCB ഉപയോഗിച്ച് ആ മാലിന്യങ്ങളൊക്കെ നീക്കി അവിടെ ഉള്ള തീ, അതായത് താഴ്ഭാഗത്തുള്ള തീ, മാലിന്യങ്ങൾക്കടിയിലുള്ള തീ ഇപ്പോൾ അണക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന്.